ഗൈസ്, ഇന്ന് നമുക്ക് എൻ്റെ ഒരു ചെറിയ തട്ടിക്കൂട്ട് നൂഡിൽസ് കാണാം. തട്ടിക്കൂട്ട് മാത്രമല്ല, തട്ടിക്കൂട്ട് കഴിഞ്ഞ അടുക്കളയിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിഹരിക്കാൻ പോകുന്നത്. ഇനി എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ മാത്രം നൂഡിൽസാണ്. ഞാൻ നൂഡിൽസിൽ വെജീസ് നിരോധിയാണ്. എനിക്ക് വെജിറ്റബിൾസും അതൊന്നും കടിക്കാൻ കാണുന്ന ഇഷ്ടമല്ല. എൻ്റെ അമ്മക്ക് നല്ല വർണ്ണഭൂഷിതമായ നൂഡിൽസ് കഴിക്കാനാണ് താല്പര്യം. അതിന് നല്ല ടേസ്റ്റ് വേണം. വെജിറ്റബിൾസ് ഇടുകയാണെങ്കിൽ മാത്രം നീ നൂഡിൽസ് ഉണ്ടാക്കിയാൽ മതി എന്നായിരുന്നു എൻ്റെ അമ്മേൻ്റെ ഓർഡർ. അതുകൊണ്ട് തന്നെ നമുക്കിനി വെജിറ്റബിൾസ് ഇടാണ്ട് വേറെ വഴിയിൽ ഉള്ളിക്കിടും. ഈ തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനിതാ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിമാർക്ക് ഇതൊന്നും കുഴപ്പമില്ല. അനിയത്തിമാരില്ല, അനിയന്മാരും. അപ്പോൾ അവർക്കിതൊന്നും കുഴപ്പമില്ല. അവർക്ക് എങ്ങനെ നൂഡിൽസ് ഇട്ട് അവർ കഴിക്കും. നൂഡിൽസിൻ്റെ ഫേവററ്റ്, അതായത് പേകളാണ് നൂഡിൽസ്, പേകൾ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മെയിൻ പരിപാടിയാണ്. ഗ്യാസ് ഓണാക്കുക, ചട്ടി വയ്ക്കുക. അതിൽ എൻ്റെ ഫേവററ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അത് പറഞ്ഞാൽ ഫേവററ്റ് പറഞ്ഞാൽ വെളിച്ചെണ്ണ എടുത്ത് ഞാൻ കുടിക്കുന്നില്ല. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ പൊതുവേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ ഇങ്ങനെ ഉള്ളിട്ടാൽ ഇങ്ങനെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്നും അനുകരിക്കാതിരിക്കുക. എണ്ണ ഒഴിച്ച പാടെ ചട്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചട്ടി പൊട്ടി തെറിക്കാൻ വേറെ സാധ്യതയുണ്ട്. എൻ്റെ ഉള്ളി കണ്ടോ, നല്ല ഭംഗിയായി കരിഞ്ഞിട്ടുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ SP പറയുന്നില്ല ഗൈസ്, നിങ്ങളൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഈ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വെജീസ് കഴിക്കാത്ത ഞാൻ വരെ എല്ലാ വെജീസും കൂടിയിട്ടാണ് കഴിച്ചത്. നല്ല അടിപൊളിയുണ്ടായിരുന്നു. പിന്നെ അതിൽ മെയിനൊരു പ്രശ്നം പറയാനുണ്ടായിരുന്നെങ്കിലില്ല, പകുതി വെച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ വന്നിട്ടാണ് ഓരോന്ന് പറഞ്ഞത്. സോസൊക്കെ ഞാൻ പൊതുവെ കഴിക്കും, പക്ഷേ ഇതിൻ്റെ മസാല എന്തോ എനിക്ക് സെറ്റായില്ല. ഈ സ്പൈസി മാജിക് മസാല ഉണ്ടെന്ന് നൂഡിൽസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഞാൻ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാഗി ക്യൂബ് ഇട്ടാൽ കുറച്ച് ഉപ്പ് കൂടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതി ആയപ്പോൾ തന്നെ എൻ്റെ നൂഡിൽസിൻ്റെ പരുവം വളരെ മോശമായിരുന്നു, പരിതാപകരം. ഇനി നമുക്ക് അപ്പോൾ ഉമ്മ വന്നിട്ട് എൻ്റെ ചീത്ത പറഞ്ഞ് 2 തലയൊക്കെ തന്നിട്ട് ഒക്കെ ശരിയാക്കിയിട്ട് പോയി. അതായത് ഉമ്മയെല്ലാം ചെയ്തത് ഓരോ കാര്യങ്ങൾ എത്ര വേണം, എത്ര നിസ്കരിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ നിസ്കരിച്ച് വരുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അടുക്കളയും വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ അവസാനം കഴിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യണതിൻ്റെയോടൊപ്പം അടുക്കളയും കൂടി വൃത്തിയാക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിക്കാൻ എനിക്കറിയില്ല ഗൈസ്. ഞാൻ പൊട്ടിക്കണ മുട്ടേൻ്റെ പോലൊക്കെ ഇതുപോലെ ഉണ്ടാവും. പകുതി തോടൊക്കെ അതിനുള്ളിൽ വീഴും. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ടായിരുന്നു മിക്സ് ചെയ്ത് ചിക്കിയിട്ട്. പിന്നെ ഞാനൊരു മെയിൻ കാര്യം പറയട്ടെ ഗൈസ്, ഇതിലില്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. ഞാനിപ്പോൾ തന്നെ പറയാം, എൻ്റെ നൂഡിൽസിൻ്റെയൊക്കെ കൊലത്ത് പോലെയൊക്കെ. പക്ഷെ നമുക്ക് ലുക്കിലെല്ലോ കാര്യം ടേസ്റ്റ് അതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിന് മുട്ട കാണുമ്പോൾ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മളുടെ നൂഡിൽസ്. ഇനി അത് പൊട്ടിച്ചിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 പാക്കറ്റാണ് ഞാൻ ഇട്ടത്. 4 എണ്ണം മൊത്തം ഉണ്ടാക്കി. അപ്പോൾ 4 പാക്കറ്റ് വേണം. ഇത് സ്പൈസി നൂഡിൽസാണ്. വെജീസൊക്കെ ഇടണമെങ്കിൽ എരിവ് കറക്റ്റായിരിക്കും കേട്ടോ. നോർമലായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എരിയാറുണ്ട്. ഇപ്പം ഉമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെജീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലത്തെ മസാലയൊക്കെ ഒഴിച്ചിട്ട് 3 മസാല ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. 4ാമത്തെ മസാല മുകളിൽ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഞാൻ വെജീസ് നിരോധമാണെന്ന് ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നൂഡിൽസ് ഒരുപാട് ഞാനങ്ങ് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയ നൂഡിൽസ് ആയതുകൊണ്ട് പൊക്കി പറയുകയല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, നിങ്ങൾക്ക് അപ്പം അറിയാം. അടിപൊളി സാധനം കേട്ടോ. ലുക്കിലല്ലോ കാര്യം. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, അടിപൊളി സാധനമാണ്. നൂഡിൽസ് ഇങ്ങനെ പൊട്ടിച്ചിടുക. ഫുള്ളായിട്ട് ഇട്ടാൽ പെട്ടെന്ന് വേവിച്ച് കിട്ടില്ല. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വായിലൊരു ബ്ലാ 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 വരും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിച്ച് കൊടുക്കാം. ഇടയിൽ വന്നിട്ട് ഉമ്മ പറയണം, അവിടെ മഞ്ഞയും പച്ചയും ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് അതിട്ടില്ല? എനിക്ക് 2 കിഴക്ക് വന്നിട്ട് ആ ക്യാപ്സിക്കൊക്കെ മരിഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതിലിട്ടു. പിന്നെ അമ്മ പറഞ്ഞു, ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്, അതായിരിക്കും ടേസ്റ്റ്. എൻ്റെ അമ്മ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ടച്ചാണ്. അപ്പോൾ അതെന്തായാലും ഇതിൽ കിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നൂഡിൽസ് വാസ് സോ അമേസിങ് ഗൈസ്, അടിപൊളിയായിരുന്നു. ഇതിൽ നമ്മൾ ഇടയിൽ നിന്ന് ഒരു മഞ്ഞ ക്യാപ്സിക്കവും പച്ച ക്യാപ്സിക്കവും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മെയിൻ കാര്യം, ഇത് വെയിറ്റ് ചെയ്ത് നിന്നോളൂ. അടുക്കളേൻ്റെ കോലം വീട്ടിൽ അടുക്കള വൃത്തിയാക്കിയില്ലെങ്കിൽ തല്ലിവിട്ടുന്ന വാണിങ്ങുള്ളവരൊക്കെ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അടുക്കള വൃത്തിയാക്കുക. ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ പോലെ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ. അടുക്കള എപ്പോഴും ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയാൽ പരത്തിയിട്ടിട്ട് പോയി എന്തുണ്ടാക്കിയാലും. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ അമ്മേനത്ത് കൊടുക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
എൻ്റെ കയ്യിലടയിലൊക്കെ പോണു. കയ്യിലൊഴിച്ചിട്ട് കുറച്ച് നേരം നിന്നാൽ കൈ പൊള്ളും. വേഗം അങ്ങോട്ട് വാഴിക്കൊഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രങ്ങൾക്കൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി കൊടുക്കാം. നമുക്ക് ഇനി ഇത് കഴുത്തിലിടുന്ന ആ സാധനം വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് വേഗം ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ പാത്രങ്ങളൊക്കെ. വലിയ പണിയൊന്നും അല്ലാന്നല്ല അവിടെ പാത്രം കഴുകലൊന്നും വലിയ പണികളല്ല ഗൈസ്. പക്ഷെ ആ സൈഡിൽ നിന്ന് ഓരോ കുപ്പയൊക്കെ എടുത്ത് തുടച്ചിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമേയില്ല. ഐ എം എ ലേസി ഗേൾ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴുകി വെക്കാം. എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഇത്തിരി കുറവാണ്. നിങ്ങളെല്ലാവരും ഒന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് കുഴപ്പമില്ലാണ്ട് ഒക്കെ യൂട്യൂബ് ചാനൽ പോണു എന്ന് ഞാൻ പറയില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ ഒന്ന് സഹായിക്കാം. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിച്ചു വിടാം കേട്ടോ. എടുത്ത സാധനം എടുത്തവിടത്ത് വെച്ചില്ലെങ്കിൽ എൻ്റെ തലകീടായി കുത്തും എന്നമ്മ. അതുകൊണ്ട് നമുക്ക് ഈ എടുത്ത സാധനം പാത്രങ്ങൾ, ഗ്ലാസ്, ലഞ്ച് ബോക്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. ഇതതിന് അവസാനം ആ വലിയ ടാസ്ക് അങ്ങനെ തുടച്ചു കഴിഞ്ഞു. ആൻഡ് ദിസ് സർക്കിൾ വാസ് ലുക്കിംഗ് സോ അമേസിങ് എന്നില്ല ഒപ്പിക്കാം. എൻ്റെ അമ്മക്ക് തൽക്കാലം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തൃപ്തി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ നൂഡിൽസിനായി വെയിറ്റ് ചെയ്യുന്ന എൻ്റെ കൊതിയന്മാരായ സിബ്ലിങ്സിനൊക്കെ നമുക്ക് ഇതൊന്ന് കൊടുക്കാം. അപ്പോൾ എൻ്റെ അനിയനാണ് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. 5C കൊടുക്കാൻ പോണത്. അപ്പോൾ അവനിങ്ങനെ ഓരോ ഷേപ്പുള്ള പാത്രം, തീംസിലൊക്കെ ഉള്ള പാത്രം ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ തീംസുള്ള പാത്രമൊന്നുമില്ല, ഞാൻ ലവ് പാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പറയാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.